ഞാനൊരു സവോള ബോണ്ട ഉണ്ടാക്കാൻ വേണ്ടി ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ്. അതിന് ഒരു 200 ഗ്രാം മൈദ, പിന്നെ ഇത് ഈസ്റ്റ്, പിന്നെ സവോള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഇതെല്ലാം കൂടെ ഇതിൻ്റെ അകത്ത് ചേർത്ത് ഇച്ചിരി കായം ഒരു നുള്ള് കായം, ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഒരു കളറിന് വേണ്ടി മഞ്ഞൾപ്പൊടി, എന്നിട്ട് എല്ലാം കൂടെ ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് എല്ലാം കൂടി എനിക്ക് ഞാൻ കുഴക്കുക. പച്ചവെള്ളത്തിലാണ്, ഇളം ചൂടുവെള്ളത്തിൽ കുഴച്ചാലും നല്ലതാണ്. നല്ലപോലെ കുഴച്ച് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത്, എങ്ങനെ ഉണ്ടാവുമെന്നൊന്നും അറിയത്തില്ല. നമുക്ക് നോക്കാം. സബോള എപ്പോഴും സബോള ബോണ്ട, സബോള ഇതെല്ലാം നമ്മൾ കടയിൽ നിന്ന് മേടിക്കലല്ലേ. ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒന്ന് നോക്കാം. വെച്ചു ഇനി 1 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എണ്ണയിലിടാവേ. ഓക്കെ, മണിക്കൂർ നേരം ഞാനിതാ പുളിക്കാൻ വേണ്ടി വെച്ചതാണ്. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത്, നോക്കട്ടെ എങ്ങനെ ഉണ്ടാകുന്നേ. ഇതാണ് സബോള ബോണ്ട. നോക്കാം, ലേശം വെള്ളം തൊടണം, അല്ലെങ്കിലില്ലേ ഇത് എന്നിട്ടൊരു കുഴിവ് പോലെ ആക്കിയിട്ട് ഇങ്ങനെ എണ്ണയിലിടുക. അമ്മോ, നോക്കാം എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാലോ. എല്ലാം പരീക്ഷണമല്ലേ, നമ്മളിപ്പോൾ ആരും ഒന്നും ഇതായിട്ട് ഉണ്ടാക്കുന്നൊന്നുമില്ലല്ലോ. ആ പൊന്നിട്ട് കുഴപ്പമില്ലല്ലേ, വരുന്നുണ്ട്. ഇതാ അടിപൊളിയല്ലേ. നമുക്ക് അതിൻ്റെ ഉള്ളിൽ നീ എങ്ങനെ തീ കുറച്ചിട്ട്, അപ്പോൾ തീ കുറച്ചിട്ട് വേണം ആക്കാൻ. അപ്പോൾ അതിൻ്റെ ഉള്ളെല്ലാം ഒന്ന് നല്ലപോലെ മൊരിഞ്ഞ് കിട്ടണം.